എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിൻ്റെ റിവിഷൻ സീരീസാണ് കാണാൻ പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്ന സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ്. നിങ്ങൾ ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ required by a crop during the entire period the crop is in the field is known as. Option A crop period, option B base period, option C duty, option D delta. ഈ 4 ഓപ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ തവണ ഇത് ഓരോ ആൻസർ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുവിധം എല്ലാ എക്സാംസിനും തന്നെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും എടുത്തെടുത്ത് പഠിക്കാം. ആദ്യമേ എന്താണ് ഡെൽറ്റ നോക്കാം. ഓക്കെ, ഡെൽറ്റ. ഡെൽറ്റ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്, ഡെൽറ്റ സിമ്പിൾ. ഓക്കെ, എന്താണ് ഡെൽറ്റ? ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെൻറ്റിമീറ്റർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ടു കം ടു ഇറ്റ്സ് മെച്യൂരിറ്റി ഓർ ഇറ്റ്സ് ഫുൾ ഗ്രോത്ത് ഈസ് നോൺ ആസ് ഡെൽറ്റ. അതായത് ഒരു ക്രോപ്പിന് അതിൻ്റെ ഫുൾ ഗ്രോത്തിൽ എത്താൻ വേണ്ടി അത് എത്രമാത്രം വാട്ടർ ഉപയോഗിക്കുന്നുണ്ടോ ആ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഡെൽറ്റ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റയുടെ യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലും പറയാറുണ്ട്, അതേപോലെ മീറ്റേഴ്സിലും പറയാറുണ്ട്. എനിവേ അതൊന്ന് നോട്ട് ചെയ്തേക്കുക, സെൻറ്റിമീറ്റർ ആവാം മീറ്റർ ആവാം. ഓക്കെ, അപ്പം ടോട്ടൽ എത്രത്തോളം വെള്ളം വേണോ അതാണ് അതിൻ്റെ ഡെൽറ്റ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്രോപ്സിൻ്റെ ഡെൽറ്റ വാല്യൂസ് PSC ഓവർസിയർ എക്സാംസിനൊക്കെ ചോദിച്ചു കാണുന്നുണ്ട്. പണ്ടത്തെ AE ലെവൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്രോപ്സിൻ്റെ ആവറേജ് ഡെൽറ്റ വാല്യൂ നോക്കാം. റൈസിൻ്റെ ആവറേജ് ഡെൽറ്റ വാല്യൂ വരുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. അതായത് എന്താ, ആ റൈസ് അതിൻ്റെ ഫുൾ ഗ്രോത്ത് എത്താൻ വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ എത്രത്തോളം വെള്ളം അതിനാവശ്യമായി വന്നോ അതാണ് അതിൻ്റെ ഡെൽറ്റ വാല്യൂ. 120 സെൻറ്റിമീറ്റർ ആണ് റൈസിൻ്റെ. വീറ്റിൻ്റെ വരുന്നത് 37.5 സെൻറ്റിമീറ്റർ ആണ്. കോട്ടൺ 45 സെൻറ്റിമീറ്റർ, ടൊബാക്കോ 60 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിൻ 90 സെൻറ്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ D. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സ് which can be irrigated for growing any crop if 1 cubic of water is supplied continuously to a land for the entire base period of the crop. ഓക്കെ, എന്താണ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒരു ബേസ് പീരീഡ് ത്രൂ ഔട്ട്, അതായത് ബേസ് പീരീഡ് എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ കാണുന്നുണ്ട്. എനിവേ അത് ക്രോപ്പ് എടുക്കുന്ന ഒരു സമയമാണെന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ആ ബേസ് പീരീഡ് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ഫീൽഡിലോട്ട് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഏരിയ ഇൻ ഹെക്ടേഴ്സ് എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുമോ അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയാം. ഓക്കെ, എത്രത്തോളം ഏരിയ ഇൻ ഹെക്ടേഴ്സ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ സാധിക്കും അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിൽ കൺഫ്യൂസിങ് ആവരുത്. ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ, എത്രത്തോളം വെള്ളം വേണം എന്നതിൻ്റെ ഒരു നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ വെച്ചിട്ടും എത്രത്തോളം ഏരിയ ഇൻ ഹെക്ടേഴ്സ് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് ഡ്യൂട്ടി കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡ്യൂട്ടി ഡെൽറ്റ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പറയും. ആ റിലേഷൻഷിപ്പ് ഡയറക്റ്റ്ലി ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ അതിൽ നിന്നുള്ള സിമ്പിൾ പ്രോബ്ലംസും ഒക്കെ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിനി നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ഇത് AE എക്സാമിനും ഓവർസിയർ എക്സാമിനും ഒക്കെ പഠിക്കുന്നവരെല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഒരു കാരണവശാലും നിങ്ങളത് വിട്ടുപോകരുത്. ഓക്കെ, ഡ്യൂട്ടി D is equal to 8.64 B by delta, where D എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂട്ടി ഇൻ ഹെക്ടേഴ്സ് പെർ ക്യൂബിക്. ഇതിൻ്റെയൊക്കെ യൂണിറ്റും ചോദിച്ച് കണ്ടിട്ടുണ്ട് പണ്ടത്തെ എക്സാംസിനൊക്കെ. അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കണം.
ഡ്യൂട്ടിയുടെ യൂണിറ്റ് ഹെക്ടേഴ്സ് പെർ ക്യുമക്കാണ്. അടുത്തത് ബേസ് പീരീഡ് ബി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ് ഇൻ ഡേയ്സ്. അടുത്തത് ഡെൽറ്റ ഇൻ മീറ്റേഴ്സിലാണ്. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 8.64 ബി ബൈ ഡെൽറ്റ എന്ന് നമ്മൾക്ക് ആ ഒരു ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഡി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻ ഹെക്ടർ പെർ ക്യുമക്കിലാണ്, ബി എന്ന് പറയുന്നത് ഇൻ ഡേയ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻഡ് ഡെൽറ്റ ഇൻ മീറ്റേഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും. സോ പീരീഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്ന, ആ ഒരു ടൈമിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്രോപ്പ് പീരീഡ് എന്ന് നോക്കാം. സോ ക്രോപ്പ് പീരീഡ്, the time elapses from the instant of sowing to the instant of harvesting. അതായത് ഒരു ക്രോപ്പ് നമ്മളിപ്പോൾ ഇതൊരു ടൈം സ്കെയിൽ കാണിക്കുകയാണെങ്കിൽ, ഒരു ക്രോപ്പ് നമ്മൾ വിതയ്ക്കുന്നത് മുതൽ, ഓക്കെ, ഇപ്പോൾ വിതച്ച് കഴിഞ്ഞതിന് ശേഷം അത് കൊയ്യാൻ നേരത്തെ എന്തായിരിക്കും, ഫുൾ ഗ്രോത്തിലെത്തുമെന്ന് വിചാരിക്കും. ഇതൊരു ക്രോപ്പാണ്. അപ്പോൾ അത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നവരെ എത്രത്തോളം ഡേയ്സ് എന്ന് തൽക്കാലം ഞാനിടുക, എനിവേ ടൈമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. എത്രത്തോളം ടൈം പീരീഡ് എടുക്കുമോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ക്രോപ്പ് പീരീഡ്. ഇൻസ്റ്റൻറ്റ് ഓഫ് സോയിങ് ടു ഇൻസ്റ്റൻറ്റ് ഓഫ് ഹാർവെസ്റ്റിംഗ്. അടുത്തത് ബേസ് പീരീഡാണ്. സോ അതും ഒരു ടൈം തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ടു ദ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. അതായത് ഇത് വാട്ടറിങ്ങിൻ്റെ ഒരു ടൈമിനെയാണ് പറയുന്നത്. അതായത് നമ്മൾ സോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ സപ്ലൈ ചെയ്യും, അല്ലേ, വാട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ടാവും നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം എത്തിയെന്ന് വിചാരിക്കാം. കംപ്ലീറ്റ്ലി എൻ്റയർ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണെങ്കിൽ നമ്മൾ 120ാമത്തെ ദിവസം നമ്മൾ വെള്ളം ഒഴിക്കുമോ? ഇല്ല. ചിലപ്പം അതിൻ്റെ ഒരു 5 ദിവസം മുന്നേ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ആ ഫീൽഡിലോട്ട് വെള്ളം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിങ്ങിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയാം. ഓക്കെ, ക്രോപ്പ് പീരീഡ് എന്ന് പറയുമ്പോൾ വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നവരെ എത്രത്തോളം ദിവസം ഉണ്ടോ അതിനെ ക്രോപ്പ് പീരീഡ് എന്നും, ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ വെള്ളം ഒഴിക്കുന്ന മുതൽ അവസാനം അത് കൊയ്യുന്നതിന് മുന്നേ വെള്ളം ലാസ്റ്റ് എപ്പോഴാണോ ഒഴിച്ചത് ആ ഒരു ടൈം ഗ്യാപ്പാണ് ബേസ് പീരീഡ്. സോ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ദ ക്രോപ്പ് ഈസ് ഇൻ ദ ഫീൽഡ് ഈസ് നോൺ ആസ്. ഓക്കെ, അപ്പോൾ ആ ക്രോപ്പ് പീരീഡ് ത്രൂ ഔട്ട് എത്രത്തോളം വെള്ളം വേണം, ആ ടോട്ടൽ ഡെപ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡെൽറ്റ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രോപ്സ് വിച്ച് ആർ ഓർഡിനറിലി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ ഈസ് കോൾഡ്. വെറ്റ് ക്രോപ്പ്, ഇറിഗേറ്റഡ് ക്രോപ്സ്, ഡ്രൈ ക്രോപ്സ്, സീസണൽ ക്രോപ്സ്. ഇത് റീസെൻ്റ് ആയിട്ട് കാണുന്ന ഓവർസിയർ എക്സാംസിന് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതെന്താണെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. സോ നമുക്ക് ഡ്രൈ ക്രോപ്പും വെറ്റ് ക്രോപ്പും എന്താണെന്ന് നോക്കാം. ഡ്രൈ ക്രോപ്സ് എന്ന് വെച്ചാൽ ക്രോപ്സ് ഗ്രോൺ വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ റെയിൻഫോൾ ഫോർ ഇറ്റ് സർവൈവൽ. അതായത് ആ ക്രോപ്സിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമില്ല. ഓക്കെ, വെള്ളം ആവശ്യമില്ലാത്ത ക്രോപ്സാണ് എന്ത്, ഡ്രൈ ക്രോപ്സ്. ഇനി അപ്പോൾ വെറ്റ് ക്രോപ്സ് എന്തായിരിക്കും, അതിന് വെള്ളം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇറിഗേഷൻ അതിന് ആവശ്യമായിട്ടുള്ള ക്രോപ്പുകളെയാണ് നമ്മൾ വെറ്റ് ക്രോപ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡ്രൈ എന്ന് പറയുമ്പോൾ വെള്ളം വേണ്ട, വെറ്റ് എന്ന് പറയുമ്പോൾ വെള്ളം ആവശ്യമാണ് അതിൻ്റെ സർവൈവലിന്. സോ ഇനി ആ ക്വസ്റ്റ്യനിലോട്ട് നോക്കി. ദ ക്രോപ്സ് വിച്ച് ആർ ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ, അല്ലേ, ഇറിഗേഷൻ വാട്ടർ വേണ്ടാത്ത ക്രോപ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡ്രൈ ക്രോപ്സ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കോർ വാട്ടറിങ്. ഓക്കെ, കോർ വാട്ടറിങ് ഈസ് ഓപ്ഷൻ എ ഫസ്റ്റ് വാട്ടറിങ്, ഓപ്ഷൻ ബി ലാസ്റ്റ് വാട്ടറിങ്, ഓപ്ഷൻ സി ഇൻ്റർമീഡിയറ്റ് വാട്ടറിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷനാണ് പാലിയോ ഇറിഗേഷൻ ആൻഡ് കോർ വാട്ടറിങ്. എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, പാലിയോ ഇറിഗേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഏതൊക്കെയല്ല നമുക്കൊരു ക്രോപ്പ് ഒരു ഫീൽഡിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം, അല്ലേ, ഒരു ഫീൽഡിൽ നമുക്ക് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ വിതയ്ക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ബിഫോർ സോയിങ്, അല്ലെങ്കിൽ പ്രയർ ടു സോയിങ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഈ ലാൻഡ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫീൽഡിലോട്ട് നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പോൾ വിതച്ചിട്ടില്ല, അതിന് മുന്നേ ജസ്റ്റ് ലാൻഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സോ ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്ന വാട്ടറിങ്ങിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ വാട്ടറിങ്
ഡൺ പ്രയർ ടു ദ സോയിങ് ഓഫ് എ ഫീൽഡ് പ്രയർ ടു ദ സോയിങ് ഓഫ് എ ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്ന വാട്ടറിംഗ് ആണ് പാലിയോ ഇറിഗേഷൻ. ആൻഡ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ലാൻഡ്. ഓക്കെ, ലാൻഡ് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് വെള്ളം ആദ്യമേ കൊടുക്കുക. അടുത്തതാണ് കോർ വാട്ടറിംഗ്. കോർ വാട്ടറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സോയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പ്ലാന്റ്സ് കുറച്ച് ഫ്യൂ സെൻറ്റിമീറ്റർ ഹൈറ്റിലോട്ട് ഇത് വളർന്നതിന് ശേഷം കുറച്ച് വളർന്നതിന് ശേഷം ആദ്യമേ കൊടുക്കുന്ന വാട്ടറിംഗ് ഫസ്റ്റ് വാട്ടറിംഗ് ആണ്. ഫസ്റ്റ് വാട്ടറിംഗ് ടു ക്രോപ്പാണ്. അത് ശ്രദ്ധിക്കണം. പലപ്പോഴും ഫസ്റ്റ് വാട്ടറിംഗ് എന്ന് കാണുമ്പോൾ പാലിയോ ഇറിഗേഷൻ എന്നും പിക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പാലിയോ ഇറിഗേഷൻ എന്നാൽ നമ്മൾ ക്രോപ്പിനല്ല കൊടുക്കുന്നത്, ആ ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് വാട്ടറിംഗ് ടു ദ ക്രോപ്പിന് നമ്മൾ ആദ്യമായിട്ട് വെള്ളം കൊടുക്കുന്നതാണ് കോർ വാട്ടറിംഗ്. ഫസ്റ്റ് വാട്ടറിംഗ് ആഫ്റ്റർ ദ പ്ലാന്റ്സ് ഹാവ് ഗ്രോൺ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ്. കുറച്ച് ഹൈറ്റിലോട്ട് വന്നതിന് ശേഷം ആദ്യമേ നമ്മൾ കൊടുക്കുന്ന വാട്ടറിങ്ങിനെയാണ് കോർ വാട്ടറിംഗ് എന്ന് പറയാം. സോ ഇപ്പോൾ കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വാട്ടറിംഗ് ടു ദ ക്രോപ്പ്. ഒരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ആയതിനു ശേഷം കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിംഗ്. സോ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് വാട്ടറിംഗ്. സോ ഇപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഡ്യൂട്ടി എന്താണ്, ഡെൽറ്റ എന്താണ്, ഡെൽറ്റ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് കണ്ടു, ഡ്യൂട്ടി ഡെൽറ്റ റിലേഷൻഷിപ്പ് കണ്ടു, ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ്, പിന്നെ അതേപോലെ പാലിയോ ഇറിഗേഷൻ, കോർ വാട്ടറിംഗ് എന്നുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ കണ്ടത് അല്ലേ. അതുകൂടാതെ ഡ്രൈ ക്രോപ്സ് എന്താണ്, വെറ്റ് ക്രോപ്സ് എന്ന്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഏതൊക്കെയായാലും പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്